ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിലെ 12 ടെൻസസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നിവ പ്രൊനൗൺസുമാണ്. ഈ പ്രൊനൗൺസ് ഈ ടെൻസസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് ടെൻസസിനെ ബേസിക്കായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനെപ്പറ്റി പറയാനും വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബേസിക് 3 ടെൻസിനെ പിന്നെയും 4ആയിട്ട് തരംതിരിക്കാം: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ പ്രസൻറ്റ് കേസിലാണെന്നുണ്ടെങ്കിലോ പ്രസൻറ്റ് സിമ്പിൾ. ഈ സെല്ലിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിനെ പറ്റിയിട്ട് കാണാൻ പറ്റും. പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി സെല്ലിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രസൻറ്റ് പെർഫെക്റ്റ് നമുക്ക് കാണാൻ പറ്റും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് വർക്കാണ്. അപ്പോൾ ഈ വർക്കിൽ ഓരോ പ്രൊനൗൺസ് ഇടുമ്പോഴും എങ്ങനെയാണ് ഇതിൽ മാറ്റങ്ങൾ വരിക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ വർക്ക്. ഇതിൽ ഐ, യു, ദേ, വി എന്നിവ വരുമ്പോൾ വർക്ക് എന്ന് ഉപയോഗിക്കും. ഹി, ഷീ, ഇറ്റ് എന്നീ പ്രൊനൗൺസ് ഉപയോഗിക്കുമ്പോൾ വർക്ക്സ് എന്ന് ഉപയോഗിക്കും. ഒരു എസ് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ സിമ്പിൾ പ്രസൻറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ ഐ വർക്ക്, യു വർക്ക്, ദേ വർക്ക്, വി വർക്ക്, ഷീ വർക്ക്സ്, ഹി വർക്ക്സ്, ഇറ്റ് വർക്ക്സ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മീനിങ് വരുന്നത് ഞാൻ ജോലി ചെയ്യുന്നു, ജോലി ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാനാണ്. ഇതിൻ്റെ കൂടുതൽ യൂസേജ് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ഒരു ING കൂടി ആഡ് ചെയ്യും. അതായത് വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ ആം, ആർ, ഈസ് എന്നിവ ഈ പ്രൊനൗൺസിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഐ വരുമ്പോൾ നമ്മൾ ആം ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ വരുമ്പോൾ ഐ ആം വർക്കിംഗ്. യു, ദേ, വിക്ക് ആറാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എക്സാമ്പിൾ വരുന്നത് യു ആർ വർക്കിംഗ്, ദേ ആർ വർക്കിംഗ്, വി ആർ വർക്കിംഗ്. അതേപോലെ ഹി, ഷീ, ഇറ്റ് ഉപയോഗിക്കുമ്പോൾ ഈസാണ് നമ്മൾ ഉപയോഗിക്കുക. ഹി ഈസ് വർക്കിംഗ്, ഷീ ഈസ് വർക്കിംഗ്, ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വേറൊരു ഡീറ്റെയിൽസും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് വെർബ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ വെർബിൻ്റെ ED ഫോമാണ് ഉപയോഗിക്കുന്നത്. തേർഡ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വർക്ക് ആണ് വെർബിൻ്റെ 3 ഫോമുകൾ. അതിൽ വർക്ക് മൂന്നാമത്തെ ഫോമാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ വർക്ക് ED തേർഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹാവും ഹാസും വരാൻ ചാൻസ് ഉണ്ട് ഈ പ്രൊനൗൺസിനനുസരിച്ചിട്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഐ, യു, ദേ, വി വരുമ്പോൾ ഹാവ് വരും. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ ഹാസ് വരും. സിമ്പിളാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഐ ഹാവ് വർക്ക്ഡ്, യു ഹാവ് വർക്ക്ഡ്, ദേ ഹാവ് വർക്ക്ഡ്, വി ഹാവ് വർക്ക്ഡ്. അതിൻ്റെ മീനിങ് എന്താ? ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പാസ്റ്റാണിത്, അതുകൊണ്ട് പ്രസൻറ്റിൽ വന്നു എന്നുള്ളൊരു കോമൺ ഡൗട്ടാണ്. അപ്പോൾ ഈ മൊമെൻറ്റിൽ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്ത കാര്യം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഐ ഹാവ് സ്റ്റഡീഡ്. ഞാൻ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഐ ഹാവ് ഹാഡ് ഡിന്നർ. ഞാനിപ്പോൾ എൻ്റെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കഴിച്ച് നീച്ചിട്ടേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹി ഹാസ് വർക്ക്ഡ്, ഷീ ഹാസ് വർക്ക്ഡ്,
ഇറ്റ് ഹാസ് വർക്ക്ഡ്. ഇനി അടുത്ത ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിലാദ്യം പറയാനുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെയും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെയും വ്യത്യാസമാണ്. ഇതിൽ ഐ എൻ ജി ഫോം ഉണ്ട്, ഇതിലും ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇതിലൊരു എക്സ്ട്രാ ബീൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാവും ഹാസും ഈ പ്രോനൗൺസിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെ, പക്ഷേ അതിലൊരു ഡ്യൂറേഷനും കൂടി വരും. ഞാൻ 1 മണിക്കൂറായി ഇപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ അതിന് മുന്നേ യൂസേജ് നോക്കിയാൽ ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഐ യു ദേ വി എന്നിവയ്ക്ക് കൂടെ ഹാവ് ബീൻ വർക്കിംഗ്, ഹാവ് ചേർത്ത് കൊടുക്കും. അപ്പോൾ വരുന്നത് ഐ ഹാവ് ബീൻ വർക്കിംഗ്, യു ഹാവ് ബീൻ വർക്കിംഗ്, ദേ ഹാവ് ബീൻ വർക്കിംഗ്, വി ഹാവ് ബീൻ വർക്കിംഗ്. ഹി ഷീ ഇതിൻ്റെ കൂടെ പറയുന്നത് ഹാസ് ആയിരിക്കും. ഹി ഹാസ് ബീൻ വർക്കിംഗ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ്, ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ്.